അയ്യോ ടാറ്റ, പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതാണ്. ടാറ്റ, പൊട്ടെ പൊട്ടെ, വണ്ടി പൊട്ടെ വണ്ടി പൊട്ടെ വണ്ടി പൊട്ടെ വണ്ടി പൊട്ടെ. എവിടെ പോകുന്നില്ലേ? ടാറ്റതാ. എവിടെ ലക്ഷ്മി ചേച്ചി? ടാറ്റതാ. ടാറ്റ കരയിപ്പിക്കല്ലോട്ടോ. ടാറ്റതാട്ടോ. അയ്യോ പോവല്ലേ പോവല്ലേ പോവല്ലേ. അയ്യോ അയ്യോ എന്റെ ലക്ഷ്മി ചേച്ചിയെ പോവല്ലേ പോവല്ലേ. ടാറ്റ ടാറ്റ. ശരി പൊക്കോ പൊക്കോ. അയ്യോ പൊക്കോ പൊക്കോ. ചേച്ചി പോയടാ. പോയി പോയി ചേച്ചി പോയി. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അയ്യോ 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 അയ്യോ. ബിഗ് ബോസ് സീസൺ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോമഡി എവിക്ഷനുകളിൽ ഒന്നാണ് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ കണ്ടാലും ചിരിച്ചിരിച്ചാ റൗണ്ട് അടിച്ചിട്ട് നേരെ തൂക്കി വെളിയിൽ കൊണ്ടുപോകും. അയ്യോ ഒന്നും പറയാനില്ല. ഇപ്പൊ ചേച്ചിയുടെ പുതിയൊരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളും ഗൗരവങ്ങളിലോട്ട് നമുക്ക് വരാം. അതിനു വേണ്ടി രണ്ടു വാക്ക് ബിഗ് ബോസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്തപ്പോൾ ഓർമ്മകളിലേക്ക് ഒന്ന് ചികഞ്ഞിറങ്ങാൻ എനിക്ക് തോന്നിയത്. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വിഷയത്തിലോട്ട് വരാം. ലക്ഷ്മി പ്രിയ ചേച്ചിയാണെങ്കിൽ ഈ നമ്മുടെ റീനയെ ഒരു രീതിയിൽ പ്രാഗുവാണ്. സീരിയസ്ലി പറയാലോ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. ഒരാളെ പച്ചയ്ക്ക് എടുത്തു വച്ചിട്ട് ഇങ്ങനെ പ്രാഗിത്തള്ളില്ലേ, പ്രാഗി. അല്ലെങ്കിൽ ആ പ്രാഗ് ഏറ്റ് വാങ്ങാൻ അർഹതയുള്ളവരായിരിക്കണം. അത്രയ്ക്ക് എന്തെങ്കിലും തന്തയില്ലായ്മ ചെയ്തിട്ടാണ് നമ്മൾ പ്രാകുന്നതെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. അല്ലാണ്ട് ഒരാളെ ഇങ്ങനെ പറ്റ പ്രാഗി നീ ഗുണം പിടിക്കില്ല, ഗതി പിടിക്കില്ല, നീ തൊലഞ്ഞ് നാരണത്തെ നൊത്തക്കല്ല എടുത്തിട്ട് നീ പോവല്ലോ എന്നുള്ളൊരു ട്രാക്ക് സാധനം പിടിക്കത്തില്ലേ, അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്തോ എന്തുവാ നിങ്ങളിത്, എന്തുവാ? നമുക്ക് അതിലോട്ട് വരാം. എന്താണ് ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ വിഷയമെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ചേച്ചിക്ക് എന്ത് പറ്റി? അമ്മ സംഘടനയുമായി റിലേറ്റ് ചെയ്തിട്ട് ആണ് ഈ വിഷയം ചാടി കടന്നു വരുന്നത്. ചേച്ചി ഒന്നുമില്ല. കേസോട് കൂടിയാണ് അമ്മയിൽ കാര്യമായ ഭിന്നത ഉണ്ടാവുന്നത്. പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിന്റെ ഭാഗമായി പല നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉണ്ടാവുകയും ചെയ്തതോടെ അമ്മ പ്രതിസന്ധിയിലാവുകയും അമ്മ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് മോഹൻലാൽ സ്ഥലം വിടുകയും ചെയ്തു. പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുകയും അമ്മയുടെ ചുമതല സ്ത്രീകൾ ഏറ്റെടുക്കുകയും ചെയ്തു. നടി ശ്വേതാമേനോൻ പ്രസിഡന്റും ഉപ്പു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായ അമ്മ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ വീണ്ടും അമ്മയിൽ ഭിന്നതയും തർക്കവും രൂപപ്പെട്ടിരിക്കുന്ന വിവരം എക്സ്ക്ലൂസീവായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഒരു അമ്മയുടെ ഫാമിലി മീറ്റ് നടന്നിട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടന്ന ഫാമിലി മീറ്റ് അമ്മ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് പങ്കെടുത്ത ഒരു അസാധാരണ പരിപാടിയായിരുന്നു. ഫാഷൻ ഷോയും കലാവിരുന്നും കായിക ഇനങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു അത്യുഗ്രൻ ദിവസം. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. മമ്മൂട്ടിയും മോഹൻലാലും രാവിലെയും വൈകുന്നേരവും എത്തി. പത്മഭൂഷൺ നേടിയ മമ്മൂട്ടിക്കും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനും പ്രത്യേക സ്വീകരണവും ഒരുക്കിയിരുന്നു. പുതുതായി തുടങ്ങിയ ഒരു OTT പ്ലാറ്റ്ഫോം 1 കോടി രൂപയ്ക്കാണ് ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് അതിന് മുഴുവൻ പകർപ്പവകാശവും കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റു മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ 1 കോടി രൂപ മുടക്കിയ സ്പോൺസർ ഒഴികെ മറ്റാർക്കും ഒരു വിവരവും ശേഖരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് താരങ്ങൾ തമ്മിൽ ചില ഭിന്നത രൂപപ്പെടുന്നു. ഓരോ പരിപാടിക്കും ഓരോ ചുമതലക്കാരായിരുന്നു. ഫാഷൻ ഷോയുടെ ചുമതല നടി നീന കുറുപ്പനായിരുന്നെങ്കിൽ മറ്റ് കലാപരിപാടികളുടെ ചുമതല നടി ലക്ഷ്മി പ്രിയക്കായിരുന്നു. 6 മണിക്ക് ശേഷം എത്തുമെന്ന് കരുതിയ മോഹൻലാലും മമ്മൂട്ടിയും നേരത്തെ എത്തിയതോടെ പരിപാടിയുടെ ഷെഡ്യൂളിൽ ഒരു മാറ്റം വരുത്തുന്നു. ഫാഷൻ ഷോ കഴിഞ്ഞ് നടത്തേണ്ടിയിരുന്ന ചില കലാപരിപാടികൾ ഫാഷൻ ഷോയ്ക്ക് മുമ്പ് നടത്തേണ്ടി വരുന്നു. ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്ന ചിലർക്ക് കലാപരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. പെട്ടെന്നുണ്ടായ ഷെഡ്യൂൾ മാറ്റം കാരണം ഫാഷൻ ഷോയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ അവർക്ക് കലാപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു. ഇത് കലാപരിപാടിയുടെ ചുമതലയുണ്ടായിരുന്ന ലക്ഷ്മി പ്രിയെ പ്രകോപിതയാക്കി. നീന കുറുപ്പ് മനഃപൂർവ്വം കലാകാരികളെ തടഞ്ഞു വെച്ചു എന്നാരോപിച്ചുകൊണ്ട് പരിപാടിക്ക് ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നീനെ ചീത്ത വിളിച്ചുകൊണ്ട് ലക്ഷ്മി പ്രിയ രംഗത്തെത്തി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ലക്ഷ്മി പ്രിയ ശകാരം. അതായത് വിഷയം മനസ്സിലായില്ല. അമ്മ സംഘടനയെ അതിന്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളാണ്. അതിനെ റിലേറ്റ് ചെയ്ത് നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് ഗുരുപൊട്ടി. ചേച്ചി ഗുരുപൊട്ടിയപ്പോ റീന ചേച്ചിയെ പൂര ശകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂര തെറിവിളി, പൂര അപരാധം പറച്ചിലൊക്കെ ആയിപ്പോയി. എന്തോന്ന് ചേച്ചി, നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ബിഗ് ബോസിൽ നിന്ന് ബുള്ളറ്റിൽ കയറി എവിക്റ്റായി പോയതല്ലേ, ആ ഒരു ചിന്തയെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ എന്തൊക്കെ വിളിച്ച് പറയുമെന്നോ അപരാധങ്ങൾ. എന്തായാലും ചേച്ചി ഞാൻ വച്ച് താമസിപ്പിക്കുന്നില്ല, ചേച്ചിയുടെ അപരാധത്തിലോട്ട് കടക്കുകയാണ്. അപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ വാവ് അമേസിങ്, അമ്മമാതിരി അപരാധമാണ് ചേച്ചി വിളിച്ചു പറയുന്നത്. കേൾക്കാം. എവിടെ നിങ്ങൾ എത്ര വലിയ സ്ത്രീ ആണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ച് നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? പ്രശ്നം കേട്ടല്ലോ.
പ്രശ്നം കേട്ടില്ല. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്. നിങ്ങൾ നരകിച്ച് പൊടുത്ത് പുഴുവഴിച്ച് ചാവും. എന്തോന്നടേ ഇത്? കുഴപ്പമില്ല കേട്ടോ, പുളിപ്പുണ്ട്. എങ്കിലും കുഴപ്പമില്ല. എന്തോന്നടേ ചേച്ചി ഇത്? എന്ത് പ്രാക്കലായത്? നിങ്ങൾ എന്തുവാ? കുറച്ചൊക്കെ ബോധം വെളിവൊക്കെ വേണ്ട അമ്മച്ചി. അമ്മച്ചി വയസ്സാങ്കാലത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രായക്കാരെ ശരിയാവില്ല. ബുള്ളറ്റിൽ പോയതിന്റെ പ്രാക്ക്. അയ്യോ, അന്നപ്പോ എത്ര പ്രാക്കി തള്ളിക്കാണോ ഒന്ന് ബാക്കിയുള്ളവരെയും. എന്റെ പൊന്നോടാവേ, ഒന്നും പറയാനില്ല. ബാക്കി പറ. ഇനിയിപ്പോ എന്നെ പ്രാഗില്ല കേട്ടോ. ഞാൻ ഒന്നാതെ അടികൊമ്മാല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്റെ ഇടയിൽ കൂടി ഇനി പ്രാകരുത്. എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാമല്ലോ. ആ കൊച്ചിനെ കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഓ ലാലേട്ടാ, ലാലേട്ടന് നല്ലത് പറഞ്ഞല്ലോ. അത് തന്നെ വലിയ കാര്യം. ലാലേട്ടൻ ലക്ഷ്മി ചേച്ചിക്കെതിരെ രംഗത്ത് വന്നിരുന്നെങ്കിൽ കലക്കിയാണ്. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ വരാൻ പറ്റുമെങ്കിൽ വരണേ. നിങ്ങൾക്ക് വേണ്ട 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 വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? പുഷ്പാടാ, പഞ്ചുടാ, ഞാനില്ല. ഞാൻ സൈഡിൽ മാത്രമേ ഉള്ളൂ. ചേച്ചി പറ. അയ്യോ നമ്മളില്ലേ, എനിക്ക് വയ്യ പ്രാക്കേറ്റ് വാങ്ങ. അമ്മച്ചിയാണ് വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം. നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങൾ എന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് നീനാക്കുറിപ്പെ പറ. അല്ല, അത് പിന്നെ അങ്ങനൊക്കെ ചേച്ചി പറഞ്ഞു ഞാൻ ഇപ്പൊ എന്ത് പറയാനാണ്. പക്ഷെ ചേച്ചി ഞാൻ സമ്മതിച്ച് 17 മിനിറ്റോളം വോയിസ് ഒറ്റയടിക്ക് ഒറ്റ സ്ട്രെച്ചില്. ഓ കലക്ക്, ഒന്നും പറയാനില്ല. വെൽ ഡൺ ബൈ ചേച്ചി. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും. മനസ്സിലായി? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റ ഒരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരെ നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മി പ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പിന്നെ സ്വാഭാവികം. ഇലക്ഷനൊക്കെ ആകുമ്പോൾ ചെറിയ ഫൈറ്റ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ല് വിളിച്ചു പറഞ്ഞു. സ്വാഭാവികം. അതൊക്കെ ഇപ്പോഴും എടുത്തു വെച്ച് മനസ്സിൽ കൊണ്ടുവച്ച് നടക്കല്ലേ. ബിഗ് ബോസിലെ വിക്റ്റായതൊക്കെ ഇതുപോലെ കൊണ്ടു നടക്കുന്നുണ്ടോ? ലക്ഷ്മി ചേച്ചി ഒന്നും പറയാനില്ല. പുല്ലായതുകൊണ്ടല്ലോ ഈശ്വരൻ നീനാക്കുറിപ്പ് അല്ല ലക്ഷ്മി പ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു ഉണ്ടയെ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഉണ്ട എന്ത് സാധിക്കില്ല? ഉണ്ട നോട്ട് ദ പോയിന്റ്. ഉണ്ട നമുക്ക് ആവശ്യം വരും. ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റില് നിങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാനറ്റ്, ഏത് പ്ലാനറ്റാണ്? എർത്ത്. നമ്മൾ നിൽക്കുന്ന പ്ലാനറ്റ് അതാണ്. പ്ലൂട്ടോ ഒന്നുമല്ല ചേച്ചി. പ്ലൂട്ടോ കട്ട് ചെയ്ത്. അല്ലെങ്കിൽ തന്നെ പ്ലൂട്ടോ പണ്ട് തോന്നിവാസത്തിന് വേറെ യൂണിവേഴ്സിറ്റി കൂടി കറങ്ങി പ്ലൂട്ടോ കട്ട് ചെയ്ത്. നമ്മൾ എർത്തിലാണ് നിൽക്കുന്നത്. എന്ത് ചടുലമായ അർത്ഥവർത്ഥായ വാക്കുകൾ. ഏത് പ്ലാനറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്? ഏത് ലോകത്താണ് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത്. വീണ്ടും ഏത് പ്ലാനറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്? ചടുലമായ വാക്കുകൾ. ആരും ശ്രദ്ധിക്കാതെ പോകരുത്. എന്താണ്? നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ പിന്നെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്. പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗം. പൊട്ടക്കുഴിയിലെ തവളയ്ക്കല്ല, തവളയ്ക്ക്. തവളയെ പിടിച്ചിട്ട് നിമച്ചച്ച് തവളാക്കിയ അങ്ങനെ പറയരുത്. ലോകമൊന്ന് നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. എന്തോന്നല്ലേ, ഓൺലൈനിൽ ഒരു ശാപം കൊടുക്കപ്പെടും. ആ ടീമാണ് ചേച്ചി. ഞങ്ങളുടെ ഇത്രയും പേരുടെ ശാപം നിങ്ങൾക്കുണ്ടാവും എന്ന് പറയുമ്പോ 16 പേരുടെ ശാപം. 16 × 1. ഒരാൾ 2 ശാപം വെച്ച് ശാപിച്ചു കഴിഞ്ഞാൽ 32 ശാപമായി.
എനിക്കറിഞ്ഞൂടെ ഈ ശവമെല്ലാം നമ്മുടെ മറ്റേ ചേച്ചി എവിടെ കൊണ്ട് വയ്ക്കും. ഈ ചേച്ചി ഒരു കലക്കൻ ചേച്ചി തന്നെ. ചേച്ചി സുമ്മാ തീ. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ എന്തുവാ ചേച്ചി നിങ്ങൾ മര്യാദക്കേടൊക്കെ കാണിച്ചത്? ഒരു പ്രോഗ്രാം അല്ലേ, നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ തല്ലാതിരിക്കുക. നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ നമ്മൾ ചുമ്മാ ചില്ലായിട്ട് രണ്ട് നല്ല കാര്യമൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചീച്ചി കളിച്ച് പോകാൻ നോക്ക്. അല്ലാണ്ട് ചുമ്മാ പ്രോഗ്രാം കോർഡിനേഷൻ തമ്മിത്തല്ല് ഹൈലൈറ്റ് ആണ്. നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന AMMA ആ സംഘടന പൊളിഞ്ഞ് തരിപ്പണമായിട്ടുണ്ട്. വേറൊന്നുമില്ല, ദിലീപിന്റെ കേസ് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാം കൂടി വന്നപ്പോൾ എഫ്സ്റ്റീൻ ഫയലിനേക്കാളും വലിയ ഫയലായിരുന്നു ഇവിടെ നടന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ എഫ്സ്റ്റീൻ ഫയലിനേക്കാളും വലിയൊരു ഫയലായതുകൊണ്ട് തന്നെ മൊത്തം അലങ്കൂലമായിട്ടുണ്ടായിരുന്നു. സൂക്ഷിക്കണം. അതിനകത്ത് സംഘടന മൊത്തം താറുമാറായിട്ട് 4 വാക്കുകൂടി പിഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം വേറെ ഏതോ രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചി രംഗത്ത് വരുന്നത് പുതിയൊരു അവതാരവുമായി. അവതാരപ്പറവിയുടെ മൂർത്തിയുമായിട്ട് ലക്ഷ്മി ചേച്ചി മുന്നോട്ട് വന്നിട്ട് റീമ ചേച്ചി അല്ലല്ലോ അവർക്കിട്ടടി. തമ്മിത്തല്ല് ഇതൊക്കെ കാണുമ്പം നമുക്കൊരു എന്റർടൈൻമെന്റ്, നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് അല്ലേ? അത്രേ ഉള്ളൂ. അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതെ ലക്ഷ്മി ചാച്ചി പറഞ്ഞേട്ടാ, മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നും. ഇവിടെ പാർക്കാ മാനസിക പ്രശ്നം. വോയിസ് കേട്ടിട്ട് എനിക്ക് എവിടെയോ എന്തോ ചീഞ്ഞ് നാറ്റം അടിക്കുന്നുണ്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാ നടന്നത്. ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെയൊക്കെ തലേ കൂടി വണ്ടി ഓടി ഇതിന്റെ ഇടയിൽ എന്തുവാടേ? നമ്മുടെ NH റോഡ് തലേ കൂടിയാണോ പോകുന്നത്? ചുമന്ന് വെച്ചോണ്ടിരിക്കണ NH റോഡ് തലേ കൂടി വണ്ടി ഓടിയെന്ന്. എന്തോന്ന് ചേച്ചി ഇതൊക്കെ? മുന്തിരി എടുക്കട്ടാ? ഒരു മുന്തിരിയൊക്കെ കഴിച്ചിരി. ഗ്രേപ്സ് അല്ലെ ജ്യൂസ് അടിച്ചു തരാം. തലേ കൂടി വണ്ടി ഓടിയെന്ന്. ഏത് വണ്ടിയാണ്? ട്രക്ക്, കാറ്, ബസ്? ഇനി റെയിൽവേ ട്രാക്കൊന്നും കൊണ്ട് ഇടല്ലേ. എയർപോർട്ടൊന്നും വേണ്ട നമുക്ക്. 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്ത കണ്ടൂടാ. എനിക്കിവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കിവരെ കണ്ണെടുത്താ കണ്ടൂടാ. അത് പഞ്ച് കേട്ടാ, അത് കലക്കി, അത് തിമിർത്ത്. ഞാൻ ഒന്നും പറയാനില്ല. ചേച്ചിയുടെ വോയിസ് സൂപ്പർ. ചേച്ചി പുഷ്പ തന്നെ, ഒന്നുമില്ല പറയാൻ. പറ. എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോ ഞാൻ ഓർത്തത് എന്നെയായിട്ടുള്ള എന്തോ കഴുപ്പല്ലേ അവർക്ക് എന്താ പ്രശ്നം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ആകെ നിങ്ങൾക്കുള്ളത് 1-2 പടം. അതിൽ നിങ്ങൾ അവരെ കൂടെ 1-2 പടത്തിൽ അഭിനയിച്ചെന്നു ഇത് എവിടെ പോയി ഇടിച്ചിരിക്കും? ശരിയില്ല. തപ്പെല്ലാം പേസക്കൂടാതെ. ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്. അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും. ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും. പിന്നെ കൃമിക്ക് ഇനി എന്ത് മാറ്റം വരാൻ? മ്യൂട്ടേഷൻ സംഭവിച്ചാലേ ഉള്ളൂ. അല്ലാണ്ട് കൃമി തന്നെയാണ്, ഒരു മാറ്റമില്ല. വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. ഒരു വിഷം എപ്പോഴും വിഷമായിരിക്കും. അതിലിനിയിപ്പം കുറച്ച് പഞ്ചസാര ഇട്ട് കലക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് ആയിട്ടൊന്നും കുടിക്കാൻ പറ്റില്ല. അതൊക്കെ ഉള്ളത് തന്നെ ഇതെല്ലാവർക്കും അറിയാന്നുള്ളത്. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? പറ. ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നും ഇല്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നമ്മുടെ മറ്റേ ചേച്ചി, നീ എന്നെ കയറി പ്രാപിക്കാനും വേണ്ട, നീ എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനും. പറ. നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമൊന്നും ഇല്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് നിങ്ങൾ എടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇത്ര ആന്റിബയോട്ടിക് ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. പിന്നെ എന്തിനീ പരിപാടിക്കുന്നത്? റെസ്റ്റ് എടുത്തൂടെ വീട്ടിൽ ഇരുന്നിട്ട്? സിന്ധുന്നഴിയതൊക്കെ കഴിച്ചിട്ടാണ് ഞാനൊക്കെ അവിടെ പ്രോഗ്രാമിൽ നിന്നത്. അറിയോ നിങ്ങൾക്ക്? പിന്നെ ത്രോട്ട് പഴുത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആന്റിബയോട്ടിക് കഴിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ പിന്നെ പരിപാടിക്ക് വന്നതിന് നമ്മൾ കണക്ക് പറയാൻ നിൽക്കല്ലേട്ടെ, ഉള്ള കാര്യം പറയാം.
ചേട്ടനെ ഇന്നലെ രാത്രി 11:30 വിളിച്ച് എന്താ ഇനി എന്ത് മെഡിസിൻ അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കി, തൊണ്ട വയ്യെങ്കിലും 10-17 മിനിറ്റുള്ള വോയിസ് മെസ്സേജ് അയക്കാൻ കാണിച്ച് ലക്ഷ്മി ചേച്ചിയുടെ ആ ഒരു ഇത് ആരും കാണാതെ പോകരുത്. ഈ ഒരു 17 മിനിറ്റ് വോയിസ് കേട്ടിട്ട് എനിക്ക് എവിടെയും തോന്നിയില്ല തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടെന്നും. തൊണ്ടയ്ക്ക് കുറച്ചധികം പ്രശ്നം കൂടുതലുണ്ട്. ഞാനിവിടെ ഇത് 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ തളർന്നു. ചേച്ചിയാണ് ചുമ്മാ ഇരുന്ന് വിടുകയാണ്. തൊണ്ടയ്ക്ക് പ്രശ്നം എന്നിട്ട് പറഞ്ഞപ്പോഴാണെങ്കിലേ തൊണ്ടയ്ക്ക് പ്രശ്നമാണെന്ന്. കേട്ടോ സ്ത്രീയെ, ഞാൻ എന്നിട്ട് നിങ്ങളെ ഇന്ന് വിളിച്ച് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കേറാത്തതിന് ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു സ്റ്റേജിൽ കയറാന്നതിന്. നീ എന്തോന്ന് ചേച്ചിയെ, പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ചേച്ചി കേട്ടണ്ടേ? എന്തുവാ ഇത്? നിങ്ങളൊക്കെ തമ്മിൽ തല്ലി നടക്കാതെ പ്രോഗ്രാം സെറ്റ് ചെയ്താൽ പ്രോഗ്രാം അടിപൊളിയായിട്ട് ആക്കിയിട്ട് വീടുകളിൽ പോയി കിടന്ന് കമന്ന് നടന്ന് ഉറങ്ങാൻ നോക്ക്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിച്ച് തമ്മിൽ തല്ലുകൾ കൊള്ളാം. ഇതെന്തുവാ ഇത്? ഈ സംഘടനക്ക് നാണക്കേടോ നാണക്കേടോ. ലക്ഷ്മി അങ്ങനെ ചതിച്ചതെന്ന് ചോദിച്ചിട്ട് എല്ലാരും ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പം ആ കുഞ്ഞ് കരഞ്ഞോണ്ടിന്ന് അത് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് തരാം. ആ കുഞ്ഞ് വേണമെന്നില്ല, പറ. ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്. അതിനെ ഇവര് പിടിച്ചു വെച്ചു. ഈ സ്ത്രീക്ക് ആരാ ഇത്രയൊക്കെ ചെയ്തു? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരെ? അപ്പൊ അമ്മയുടെ പ്രസിഡന്റ് പിടിച്ചു വെച്ചാൽ കുഴപ്പമില്ല അല്ലേ? അമ്മയുടെ പ്രസിഡന്റ് പിടിച്ചു വെച്ചാൽ കുഴപ്പമില്ല. അതെന്തുവാ ലക്ഷ്മി ചേച്ചി ഇരട്ടത്താപ്പ്? പോലീസ് പിടിച്ചു വെച്ചാലും കുഴപ്പമില്ല. എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങള്? ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിട്ടാ നമ്മുടെ ലക്ഷ്മി പ്രിയ കഷ്ടപ്പെടുന്നത്? ഇവരെല്ലാവരും സാധാരണ മെമ്പറല്ലേ നമ്മളെ പോലെ. ശ്വേത ചേച്ചി, കുക്കു ചേച്ചി. ആറായി കുക്കു? ശ്വേതാ മേനോനെ. ഈ കുക്കു ആരാ? കുക്കു എഫമാണ്. ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അല്ല സ്വന്തം വീടിന് വേണ്ടി കഷ്ടപ്പെടുക. അർത്ഥമുണ്ട്. അമ്മ എന്ന സംഘടനയാണ് ഞങ്ങളുടെ കുടുംബം. അയ്യോ, എന്നാ പൊക്കി അടിയ സംഘടന. സംഘടനയുടെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. സംഘടനയെ പൊക്കി അടിക്കുന്നുണ്ട്, അകത്തുള്ളവരെയാണ് താഴ്ത്തി അടിക്കുന്നത്. കൊള്ളാം. എന്തായാലും ചേച്ചീനെ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വോട്ട് തരല്ലെന്ന് പറഞ്ഞും കൊണ്ട് മറ്റോള് പറഞ്ഞെന്നുള്ള രീതിയിൽ ചേച്ചി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ സ്ഥിതിക്ക് ആ ചൊരിക്കുള്ളി കാണും, കാണാതിരിക്കുകയൊന്നുമില്ല. എന്തായാലും ഉള്ളിന്നെല്ലാം പൊട്ടുന്നുണ്ട് ഈ 17 മിനിറ്റിന്റെ അകത്ത് മിക്ക കാര്യങ്ങളും. എന്തായാലും കുക്കു നല്ല പേരാ. നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്, മനസ്സിലായാ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാകില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ബാഹുബലി 3യുടെ ഷൂട്ടിംഗ് ആണ്. പറ. അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മ മഴക്കാറിനുള്ളിൽ ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പാട് ഏറ്റെടുത്തത് നമ്മുടെ ലക്ഷ്മിപ്രിയ. പണ്ട് ഇതുപോലെ തന്നെ ബിഗ് ബോസിൽ ബുള്ളറ്റിൽ കയറിയുന്ന കഷ്ടപ്പെട്ട് ടാറ്റയും കാണിച്ചു പോയത്. കഷ്ടപ്പാട് അത് നമ്മൾ കാണാതിരിക്കരുത്. കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പുഴുത്തിയാവും. നമ്മള് ഇല്ല, ചത്തതിന് ശേഷം കുഴിച്ചിട്ടാലാണ് പുഴുക്കണല്ലേ. ഇനി പുഴുത്തും ചാവുന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥ. പ്രാക്കോട് പ്രാക്ക്, ഒന്നൊന്നൊരു പ്രാക്ക്. എന്തൊന്ന് ചേച്ചി ഇത്? വയസ്സാങ്കാലത്ത് ഇങ്ങനെ പ്രാകരുത് കേട്ടോ. എന്റെ മാത്രല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടോളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തോ ഇല്ല, മനസ്സിലായാ? ലുട്ടാപ്പിയുടെ കയ്യിലാണ് കുന്തമുള്ളത്. അതെങ്ങനെ ചേച്ചിയിലെത്തും? പോപ്പോ മിണ്ടൂല. ണ്ടല്ലോ ഒരു കാലത്തും ഇതിനപ്പുറപ്പേ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്ത്യം ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലുണ്ടല്ലോ കാണുന്നവരുണ്ടാവും. എന്റെ നിങ്ങളുടെ അന്ത്യമെല്ലാം ഞാൻ കാണും, ഞങ്ങൾ കാണും. എന്നാൽ ഞാൻ ചിലപ്പോ തട്ടിപ്പോ, ഞാൻ ചിലപ്പോ ചത്തയാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരെങ്കിലും കാണും. അതിപ്പോ ആരും എത്തല, ബാക്കിയുള്ളവരാരെങ്കിലും ഒക്കെ കാണും. എന്തോന്നടേ ഇതൊക്കെ? എന്തോന്നടേ? അയ്യേ 5ാം ക്ലാസ്സിൽ നമ്മൾ പണ്ട് മറ്റേ കഞ്ഞിപ്പേരയിൽ നിന്ന് കഞ്ഞി കൊടുക്കുമ്പോ അച്ചാറിന് വേണ്ടിയിട്ട് അടികൂടിയല്ലോ ഇവിടെ ഇപ്പൊ ഇത് അവസ്ഥ. കാണുന്നത് നീ പുഴുത്ത്, നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തോ ഇല്ല. എന്തോ നടപടി വരാ ഇതിന്റെ പേരിൽ? ഇത് കേട്ട് കഴിഞ്ഞാൽ പോലീസുകാരെ അടക്കരുത് ചിരിക്കും. ഇതിന്റെ പേരിൽ എന്ത് നടപടി വരാൻ? അയ്യോ, നീ ആരാ ഇവിടുത്തെ? നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? നീ എന്താ ഇവിടെ ഞങ്ങൾ ആണുങ്ങളല്ല? അപ്പൊ ലക്ഷ്മി ചേച്ചി എന്താ? എനിക്ക് കേട്ടാ തെറ്റിയതാണ്. അങ്ങനെ വരാൻ ചാൻസില്ല. ഞാൻ കേട്ടത് ഞങ്ങൾ ആണുങ്ങളല്ല എന്നല്ലേ പറഞ്ഞത്. എന്തിനാ? എന്താ ദൈവത്തിനറിയാം.
അവരെ കേട്ടില്ല, ഇവരെ കേട്ടില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഞങ്ങൾ എല്ലാരും ഒരുപോലെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് എയിൽ തുടങ്ങുന്ന അംഗം തൊട്ട് സിയിൽ വരുന്ന അംഗം വരെ ഞങ്ങൾക്ക് ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? എയിൽ തുടങ്ങുന്നവർ തൊട്ട് സിയിൽ തുടങ്ങുന്നവർ വരെ ഞങ്ങൾക്ക് ഒരുപോലെയാണെന്ന്. എന്താ DEF അങ്ങോട്ടുള്ളതൊന്നും ഒന്നുമല്ലേ? എന്തുവാ ചേച്ചി ഇങ്ങനെ ഒരു പറച്ചില്? നമ്മൾക്ക് ഒരു വേർതിരിവ് ആരോടും ഇല്ല. ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചെറുതെന്നില്ല. ഞങ്ങൾ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ എന്റെ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയത് എനിക്കറിയാം. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ ബോൾഡ് ആയിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാമിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതും എനിക്കറിയാം. മനസ്സിലായാ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ? എന്ത് കിട്ടും നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. നിങ്ങൾ അറിഞ്ഞോ? കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവനും അതായിരിക്കും. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നിങ്ങൾക്ക് എന്നോട് മാത്രമേ പ്രശ്നമുള്ളെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല. ചിലരോട് നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചിലര് ശത്രുക്കളായിരിക്കും. നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതായിരിക്കും. എനിക്ക് നിങ്ങളോടൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്ത് കഴിവാവുള്ള? നിങ്ങൾ അതൊന്ന് പറ. കലാപരമായിട്ട് എന്റെ പൊന്നു ചേച്ചി നിങ്ങൾക്ക് എന്താ കഴിവുള്ളതെന്നാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചി ചോദിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാടാ നാറി. അയ്യോ എനിക്ക് എന്റെ നാഗ ചേച്ചി ഓർമ്മ വന്നു. പോട്ടെ. ഇതല്ലേ ലക്ഷ്മി ചേച്ചി, നിങ്ങളൊരു പൊപ്പുലി തന്നെ. പറ കേക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ തമ്മിൽ തല്ലിയാക്കെ. ഞാനൊരു സംഭവം തന്നെ. ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവരുടെ മേത്ത് കുതിര കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരാ? വിശ്വാസര നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെയാ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് പോലെ എനിക്കറിയാം. ഞാൻ ആരാ കേട്ടോ കേട്ടോ? നിങ്ങൾ അമ്മയിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് കിട്ടിയെന്ന് അറിയത്തില്ല. അത് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിരിക്കുമല്ലോ മെമ്പർഷിപ്പ് കൊടുത്തത്. അവരെ വിളിച്ച് ചോദിക്കുക എന്തുവാ ഇത്? ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്തെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. നിങ്ങൾ മനസ്സിലുള്ള എല്ലാം അങ്ങോട്ട് പൊട്ടി കേട്ടാ. ഒരാളെ കിട്ടിയപ്പോ വാനിച്ച് കീറി ഒട്ടിക്കുക. എല്ലാം പൊട്ടി. ഉള്ളിലുള്ള വിഷങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് പൊട്ടുവാണ്. ആർക്കാണ് സത്യത്തിൽ ഇപ്പൊ വിഷമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. പൊട്ട്. എന്തോ ഈശ്വര ഭാഗ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. ഈശ്വര ഭാഗ്യമുള്ളത് കൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. അതെന്താ നല്ലതല്ലേ? ഈശ്വരന്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ലക്ഷ്മിപ്രിയ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്ര ഞാൻ കുക്കുറു വരയ്ക്കുന്നു? ഈശ്വര അനുഗ്രഹം ഇല്ലേ? നല്ല വ്യക്തികൾക്ക് ഈശ്വര അനുഗ്രഹം കിട്ടത്തുള്ളു. എന്നെ കണ്ടെന്നും പണയിപ്പിക്കണ്ട. ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി. അത്രേ ഉള്ളൂ നീനാക്കുറുപ്പ് മാഡം, അത്രേ ഉള്ളൂ. ആർക്കും ഇവരെന്ത് തേങ്ങയാ പറയുന്നേ? എന്തോ കേക്കാം. നമുക്ക് മിണ്ടായിരിക്കല്ലേ? അതാണ് അതിന്റെ ശരി. പറയട്ടെ. സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വോത്തര നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. എന്തുവാ ലക്ഷ്മി, ഒരാളുടെ ഒരു നാക്ക് തിരുന്താത്തതിനൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം കൊടും വിഷമാണ് ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ കഷ്ടം. ചേമ്പ് പുഴുങ്ങിയത് വായിലിട്ടതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ചേമ്പ് പുഴുങ്ങിയിട്ട് വായിലിട്ട അതെങ്ങനെ ഇരിക്കുക സംസാരം? ചേമ്പ് പുഴുങ്ങി വായിലിട്ടിട്ട് സംസാരിച്ചു നോക്കി. എൻ്റെ ചേമ്പില്ല, അല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണം പുഴുങ്ങിയിട്ടിട്ട് സംസാരിച്ച് നോക്കുമല്ലോ. എങ്ങനെ ഇരിക്കും നോക്കാനേ? ഇതെല്ലാം അതൊന്ന് ട്രൈ ചെയ്യണം. ഇനി സാമ്പാർ വയ്ക്കുമ്പോൾ അതിൽ ചേമ്പ് പുഴുങ്ങിയതുണ്ടെങ്കിലേ അതിനെടുത്ത് വായിട്ടിട്ട് സംസാരിച്ച് നോക്കണം. എങ്ങനെ ഇരിക്കും നോക്കണം. ലക്ഷ്മി ചേച്ചി പറഞ്ഞല്ലേ. ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരാളെ നിങ്ങൾ എങ്ങനെ കളിയാക്കാൻ പറ്റും? ഇനി അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അവർക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനടക്കം എടുത്തു വെച്ച് നോട്ടീസ് ചെയ്ത് നിങ്ങൾ ഈ തുപ്പുന്നില്ലേ വിഷം, അവിടെ തന്നെ നിങ്ങളുടെ ക്യാരക്ടറാണ് എക്സ്പോസ് ആവുന്നത്. നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം വന്നപ്പോൾ നിങ്ങൾ അയാളുടെ കുറവ്, എനിക്ക് അങ്ങനെ അവർക്കുണ്ടെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ അതിനെ വരെ എടുത്തു വച്ച് നിങ്ങൾ പച്ച അപരാധമാണ് തുപ്പുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. കേട്ടാ? സൗന്ദര്യം, നിങ്ങളെക്കാട്ടിൽ സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്നാ സൗന്ദര്യം തീർന്ന് ലക്ഷ്മി, നിങ്ങൾ എക്സ്പോസ് ആയിരിക്കുകയാണ്. ഒരാളുടെ സൗന്ദര്യം ഇതൊക്കെ വെച്ച് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിയൽ ക്യാരക്ടറാണ് ഇവിടെ എക്സ്പോസ് ആവുന്നത്. കേട്ടോ, എനിക്കൊന്നും പറയാനില്ല. തീട്ടായിപ്പോയി. അമ്മെ കണ്ടു നോക്കണം. മനസ്സിലായാ? എന്റെ അമ്മ എന്ത് സുന്ദരിയാ നിങ്ങളെക്കാട്ടിലും. എന്റെ അമ്മ എന്ത് സുന്ദരിയാ നിങ്ങളെക്കാട്ടിലും. നാണമുണ്ടോ? ഈ പറയുന്ന നടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ഐശ്വര്യമുള്ള നടിയാണ്. നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ ലക്ഷ്മി? ഉളുപ്പുണ്ടോ? എൻ്റെ അമ്മ നിങ്ങളെക്കാളും സൗന്ദര്യമാണെന്ന്. എടാ, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്ത് കാണുന്ന സാധനമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ?
ആ സൗന്ദര്യം വെച്ചിട്ട് ഒരു തേങ്ങയ്ക്കില്ല. രണ്ട് അപ്പുറത്ത് കാല് തന്നെ വീഴുന്ന തലയടിച്ചാലും മോന്ത അടിച്ചാലും ഒരു വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ആയാലും അല്ലെങ്കിൽ ഒന്ന് പൊള്ളുക എന്തെങ്കിലും ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ സൗന്ദര്യം എന്ന് പറയുന്ന തേങ്ങാക്കൊല. അതുകൊണ്ട് അഹങ്കരിക്കരുത്. നിങ്ങളെക്കാളും എൻ്റെ അമ്മ സൗന്ദര്യം ഉണ്ടെന്ന്. അതെന്താ നിങ്ങളെ സൗന്ദര്യം എന്തോന്നല്ലേ ഇത്? എന്തായാലും ഉള്ളിലുള്ള ആ വിഷമൊക്കെ അങ്ങ് തുപ്പി തെറിക്കുക. എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രായത്തിനെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ, അല്ലാതെ മലയാള സിനിമയ്ക്കോ ഈ സമൂഹത്തിനോ, നമ്മളെ കൊണ്ട് സമൂഹത്തിനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവണം മീനാക്കുറുപ്പ് മാഡം, ഈ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവിടെ 1000 പേരുണ്ട്. നിക്ക് സമൂഹത്തിന് ലക്ഷ്മി ചേച്ചി എന്താണ് ചെയ്തത് ഒന്ന് പറയാവോ? എൻ്റെ മറ്റാ ചാമ്പുമുട്ട ഇല്ല പുഴുങ്ങിയിട്ട് സംസാരിക്കാൻ, മുന്തിരി വെച്ച ചെത്തിയ. സമൂഹത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മി ചേച്ചി എന്താ ചെയ്ത? ഒരു കാര്യം പറ, ഒരു തേങ്ങയും ചെയ്തിട്ടില്ല കേട്ടാ. എൻ്റെ അരി അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അഭിനയിക്കാം, അല്ല നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച എന്ത് ക്യാരക്ടറാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ എന്താ നിങ്ങളുടെ പ്രശ്നം? ലക്ഷ്മിപ്രിയ എന്താണ് പ്രശ്നം? അവരുടെ അഭിനയത്തിന് നിങ്ങൾ കുറ്റം പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിനയം നിങ്ങളൊന്ന് എടുത്തു വെച്ച് അടിച്ച് നോക്ക് എങ്ങനെ ഇരിക്കണമെന്ന്. ചേപ്പ് നിങ്ങൾ പിന്നെ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? നിങ്ങൾ യങ് ആയിട്ട് ഇരിക്കുന്നതോ? അത് നിങ്ങളുടെ മിടുക്ക്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കുറച്ചു നേരത്തല്ലേ പറഞ്ഞു നിങ്ങളെക്കാൾ എൻ്റെ അമ്മ സൗന്ദര്യം ഉണ്ടെന്ന്. ഇപ്പൊ പറയുന്നത് നിങ്ങൾ എങ്ങായിട്ടിരിക്കുന്നത് നിങ്ങൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒന്നിലിറച്ചില്ലരേ ബോഡി ഷേമിങ് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. അതൊന്നും എന്നെ സംബന്ധിച്ച് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നര വീണ നരയിട്ട് നടക്കും, വണ്ണം വെച്ചാ വണ്ണം ഉള്ള പോലെ നടക്കും. അതിനിപ്പോ നിങ്ങൾ നരയിട്ട നരയില്ലാതെയും വണ്ണം വെച്ചാ വണ്ണം ഇല്ലാതെ നടക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. എന്ത് നിങ്ങളുടെ പ്രശ്നം എന്താ ലക്ഷ്മിപ്രിയ? എന്താടാ ഇത് ഇങ്ങനെ? അതൊന്നും എന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു 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 എന്താ പറയാ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല സൗന്ദര്യത്തിനെ. കുറച്ചു നേരത്തല്ലേ പറഞ്ഞു നിങ്ങളെക്കാളും എൻ്റെ അമ്മ സൗന്ദര്യം ഉണ്ടെന്ന്. ഇപ്പൊ പറയുന്നത് ഞാൻ സൗന്ദര്യം ഒന്നും കാണുന്നില്ലെന്ന്. ബോഡി ഷേമിങ് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഉരുണ്ട് മറിഞ്ഞ് ഉൾട്ട അടിച്ച് കളിക്കണേ, ഉളത്താനം കാണിക്കണേ. ഉളവർത്താനം പറഞ്ഞിട്ട് വീണ്ടും ഉളവർത്താനം. സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ഘടകമേല, നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. അച്ചോടാ മോട്ടിവേഷൻ ഉണ്ടാവും. കുറച്ചു നേരത്തെ പറഞ്ഞതാ എൻ്റെ അമ്മയെ നിന്നെക്കാളും എൻ്റെ അമ്മ സൗന്ദര്യം ഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് സൗന്ദര്യം ഞങ്ങളുടെ മനസ്സിലാണ്. അന്യറോ മമ്പി കളിക്കണേ. എന്തോടാ ഇത്? മനസ്സാണ് എല്ലാം. ആ മനസ്സ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്. മനസ്സിലായോ? വിഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളല്ലോ, ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഗതി പിടിക്കൂല. ഇത് എല്ലാരും അറിയാൻ വേണ്ടിട്ട് ഞാൻ പരസ്യമായിട്ട് വന്നത്. സ്റ്റേജിൽ മൈക്കെടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. നമ്മൾ 17 പേര് നിന്നു. ഇത് ഔട്ടായി പോണെങ്കിൽ ഔട്ടായി പോക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് പ്രഷറാണ് ആൾക്കാർക്ക് കൊടുത്തത്? നിങ്ങൾ കാരണം രാത്രി 12:30 മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു. ഇവിടെ എന്താ പണിയെടുക്കുന്നവരായില്ലേ? കേറ്ററിംഗിന്റെ ആൾക്കാർ വരെ വന്നത്. എന്താ മേഡം അവരിങ്ങനെ? എന്താ മേഡം നിങ്ങളിങ്ങനെ? നിങ്ങൾ എന്തെങ്കിലും തൊട്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊട്ടിത്തരമാണ്. പക്ഷേ അതിനേക്കാളും തൊട്ടിത്തരമാണ് ഇവർ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ എങ്ങനെയൊക്കെ പ്രാഗി നശിപ്പിച്ച് നാറാണത്താക്കാൻ വെറും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് ഒരാള് ഓക്കെ തെറ്റ് ചെയ്തെങ്കിലും നമുക്ക് വിമർശിക്കാൻ വേണം, 10 തള്ളക്ക് വിളിച്ചാലും ഓക്കെയാണെന്ന് പറയും. ഈ പ്രാഗി തള്ളത്തില്ല നീ നാശിച്ച് നാറണതെ ഗതി പിടിക്കാതെ ഉപ്പ് അമ്മാതിരി അവരാത് എന്തെങ്കിലും കാണിച്ചാൽ ഓക്കെ. ഇതിപ്പോ എന്താ നിങ്ങളിത് തുപ്പിത്തള്ളുന്നത്? അശ്ശീ പബ്ലിക് ആണ്. അവർക്ക് അമ്മയില് ഫുഡ് തരുന്നു മാത്രമേ ഉള്ളൂ. അവര് പുറത്തുള്ളവരാണ്, അത് നിങ്ങൾ മനസ്സിലാക്ക്. അവര് പോലും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം? ഇതാണോ? അമ്മ എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ റെപ്യൂട്ടേഷൻ കണ്ട് അമ്മ കമ്മിറ്റി റിപ്പോർട്ട് പണയിപ്പിക്കല്ലേ മുഴുവനും കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അവിടെ കിടന്ന് ചീത്ത പറയുമ്പോ അത് കണ്ടോണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും എടുത്ത് യൂട്യൂബ് വീഡിയോയിൽ ഇട്ടാണ്ടല്ലോ ഇപ്പൊ കിട്ടുന്ന സ്പോൺസേഴ്സിനെ പോലും കിട്ടില്ല. മനസ്സിലായോ? നമ്മള് ജോലി ചെയ്യുന്നത് പാവപ്പെട്ട അമ്മമാർക്ക് അന്നം മേടിക്കാനും പാവപ്പെട്ട അമ്മമാർക്ക് മരുന്ന് മേടിക്കാനുമാണ്. മനസ്സിലായോ? അവര് പിന്നെ ഉണ്ടാവില്ല. ആരെങ്കിലും എടുത്തിട്ട് ഇത്ര സംഘടനയ്ക്ക് എന്തിനാ കൊടുക്കണേന്ന് ചോദിക്കും. നിങ്ങൾ അതുപോലെ മറന്നുപോയി. നിങ്ങൾ എന്ത് നിങ്ങളുടെ കുടുംബത്തേക്ക് വലിഞ്ഞു കയറി വന്നവരായിരുന്നോ ഞങ്ങള്? നിങ്ങൾ എന്താ കിടന്ന് കാണിച്ചേ? നിങ്ങൾ എന്തൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? സ്വയം വിലയിരുത്തുക. വേണമെങ്കിൽ എന്താണെങ്കിലും എന്റെ എല്ലാ പ്രതിഷേധവും ഞാൻ ഇവിടെ EC മെമ്പർമാരെ മൊത്തം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഇത് മൊത്തം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് രാവിലെ ഇന്ന് കണ്ണു തുറന്നത്. രാജിവെച്ചില്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും പിരിച്ചുവിടും. അതിനുമ്പ് രാജിവെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പറയാല്ലേ നമ്മൾ രാജിവെച്ചാണ് പുറത്തു പോയെന്ന്, അല്ലെങ്കിൽ പിരിച്ചുവിട്ട് പുറത്തു പോയെന്ന് പറയും. അതിനേക്കാളും നല്ല രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ല ഐഡിയ, ഗുഡ് ഐഡിയ. അപ്പോഴാണ് എനിക്ക് ഇത് കൂടെ കിട്ടുന്നത്. കേട്ടോ, നിങ്ങൾ ശരിയല്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ നാക്കിനെ അടക്കണം, നിങ്ങളുടെ പെരുമാറ്റത്തിനെ അടക്കണം.
എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനത് വ്യക്തിപരമായിട്ടാണ് പരിഹരിക്കാൻ ആഗ്രഹിച്ചത്. അത് എന്റെ തികച്ചും വ്യക്തിപരമാണ്. അത് ഈസിയിൽ ഇടാനോ മറ്റുള്ളവരെ അറിയിക്കാനോ ഞാൻ മുതിർന്നിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞിനോട് എനിക്ക് ഒരു ശത്രുതയില്ല. അത് കഴിഞ്ഞു, അത് പോയി. ജീവിതത്തിൽ അജീവിതമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതല്ല. ഇത് വ്യക്തിപരമല്ല നിങ്ങൾ ഈ ചെയ്യുന്നത്. നിങ്ങളൊരു സാമൂഹിക വിപത്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ശരിയല്ല, നിങ്ങൾ ശരിയല്ല. ഇതിനുള്ള നടപടി എന്താന്ന് വെച്ചാൽ ഉണ്ടായിക്കോണം. അല്ല, നടപടി എടുത്തില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, എനിക്കൊരു ചുക്കുമില്ല. ഒന്നില്ലെന്നില്ലേ, ഒന്നിൽ നടപടി എടുക്കാൻ പറ, അല്ലെങ്കിൽ വേണ്ടെന്ന് പറ. ഇതിനെതിരെ നടപടി ശക്തമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പറയുന്നുണ്ട് ഇതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ലെന്ന്. What the hell is going on? ദൈവത്തിനറിയാം. പിന്നെ പ്രോഗ്രാംസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന്റെ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വരാം. അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തു വേണം? ആ പ്രോഗ്രാമിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഈ കുട്ടിയെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വിടാനായിട്ട് പറ്റും എന്ന് വന്ന് ചോദിക്കണം. നിങ്ങളുടെ മുന്നിൽ കൂടെ ഞാൻ നടന്നതല്ലേ, പല പ്രാവശ്യം നടന്നതല്ലേ, പല കാര്യങ്ങൾക്കും നിങ്ങൾ എന്നെ കാണാതൊന്നും ഇരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ എന്റെ, നിങ്ങൾക്ക് എന്നെ വിളിക്കാറുന്നല്ലോ. നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ആരെയാ നന്നാക്കാൻ ശ്രമിക്കുന്ന? ആരെയാ നിങ്ങൾ? ഈ ഷോ നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അമ്മ സംഘടന നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അതോ നിങ്ങളെ തന്നെ നന്നാക്കാനാണോ? ആരെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതിപ്പോ ആർക്കറിയാം. ഇപ്പൊ നിങ്ങൾ ആരാ നന്നാക്കാനാണ് നോക്കണം? കൊള്ളാം, എന്തേലും നിങ്ങൾ എല്ലാരും കൊള്ളാം, ഒന്നിനൊന്നിനും മെച്ചം. സ്റ്റേജിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഇപ്പോഴും ഉണ്ടല്ലോ 2.5 മണിക്കൂറുള്ള നാടകം. നിങ്ങൾ അതൊക്കെ നിങ്ങൾ തൂങ്ങിച്ചാത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തലകുത്തി നിന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുള്ളതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് തന്നെ തൊണ്ട വയ്യാതെ ഇരുന്നിട്ട് 17 മിനിറ്റ് ആയി. അപ്പം ബാക്കിയുള്ള എന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. എന്തായാലും പൊങ്ങച്ചാൻ പറച്ചിൽ കുറച്ച് കൂടുതലാണ്. 2.5 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് തുള്ളുവന്നു. തുള്ളിക്കോ ആരെങ്കിലും പറഞ്ഞ എന്തോന്നല്ലേ പൊങ്ങച്ചാൻ പറച്ചിലും തള്ളും കേൾക്കാൻ വയ്യ. എന്തായാലും കേൾക്കാൻ വന്നില്ലേ ഇതുപോലെ. 2.5 മണിക്കൂറുള്ള നാടകം ലൈവായിട്ട് 10,000-കണക്കിന് കാണികളുടെ മുന്നില് ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് ഇന്നും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിറയാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നതിനും വിറയാണ്. സ്റ്റേജിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മനസ്സിലായ? ഒരു സ്റ്റേജിൽ ഒരു പ്രോപ്പർട്ടി എത്തിയില്ലെങ്കിൽ, സ്റ്റേജിൽ ഒരു സമയത്തിന് ഒരു കാര്യം വന്നില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന, ഇന്നലെ ഒരു പാട്ട് ഇച്ചിരി സമയം എടുത്തപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. ഇതൊക്കെ ന്യായം. പക്ഷേ നിങ്ങൾ പ്രാകുന്നില്ലേ, ഒരു വൃത്തികെട്ട രീതിയിലുള്ള സംസാരിക്കുന്നില്ലേ? ഇതൊന്നും നമുക്ക് അംഗീകരിക്കാനേ പറ്റത്തില്ല. ഞാൻ അംഗീകരിക്കില്ല. എന്തുവാ ഇത്? പ്രാഗം സ്വന്തമായിട്ട് പൊക്കി അടിച്ച് നമ്മളോർക്ക് നമ്മുടെ ഹൃദയം ഇപ്പൊ നിന്ന് നമ്മൾ ചത്തുപോകുന്നു നമുക്ക് തോന്നും. മനസ്സിലായോ? അതാണ് സ്റ്റേജുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇത്ര സമയത്തിനുള്ളിൽ ഈ കുട്ടിയെ വിട്ടുതരാൻ പറ്റില്ലെങ്കിൽ ലക്ഷ്മി ഐ എം റിയലി സോറി, ഞാൻ ഈ കുട്ടീനെ വിടാൻ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് പകരത്തിനൊരു സംവിധാനം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എന്നോട് ചോദിച്ചോ? പറഞ്ഞോ? സ്റ്റേജിൽ കേറുമ്പോഴാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാന്ന് നമ്മൾ അറിയുന്നത്. എന്നിട്ട് എന്താ ഞങ്ങളുടെ പ്രോഗ്രാമിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഞാൻ വിശ്വോത്തര നർത്തകിമാരെ കൊണ്ടല്ല പെർഫോമൻസ് ചെയ്യിപ്പിച്ചത്. ഞാൻ എന്റെ അമ്മമാരെ കൊണ്ടാ ചെയ്യിച്ചത്. കിഡ്നി സർജറി ചെയ്തിട്ട് മാസങ്ങളായിട്ടുള്ളൂ വിചിത്ര ആന്റി. ആ അമ്മയെ സ്റ്റേജിൽ കയറ്റാൻ എനിക്ക് പറ്റി. മുട്ട് സർജറി 2 മുട്ട് മാറ്റിവെച്ച ദീപിക ആന്റി, 80 വയസ്സിന് മേലുള്ള ഒരു കൃഷ്ണൻ, 10-68 വയസ്സായ ശിവൻ, ഇവരെയൊക്കെ കൊണ്ടുവരാൻ എനിക്ക് പറ്റി. 1.25 ദിവസം കൊണ്ടാണ് ഞങ്ങളത് പഠിച്ചത്. മനസ്സിലായ? സ്റ്റേജ് കയറിയപ്പോ അവരനുഭവിച്ചൊരു ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ ഒരച്ഛന്റെ റോധനം അതുപോലെയാണ്, ഒരു ലക്ഷ്മിപ്രയുടെ റോധനം. അതാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. സന്തോഷമാണ് എനിക്ക് അനുഗ്രഹമായിട്ട് വരുന്നത്. ആ സന്തോഷം ഞാൻ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും എന്റെ മനസ്സ് നിറഞ്ഞായിരിക്കുന്നത്. ആ മനസ്സ് നിറഞ്ഞ നിങ്ങളെ ഞാൻ ശപിക്കുകയും ചെയ്യാം. ഒരാളോടും ചെയ്യരുത് ഇങ്ങനെയൊന്നും. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി. നിങ്ങൾ എല്ലാരോടും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് മുഴുവനും വെറുപ്പാണ്. വിദ്വേഷം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സ്ത്രീകളോട് മാത്രമാണ് വെറുപ്പെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പുരുഷന്മാരോടും വെറുപ്പാണ്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സകല അല്ല, വെറുപ്പെന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ വെറുപ്പ്, അത്രേ ഉള്ളൂ. എന്തായാലും ചേച്ചി ഇത് കുറച്ച് അതിക്രമിച്ചു പോയി. ആയിട്ടുണ്ട്. അതിനോടും വെറുപ്പാണ്, പുച്ഛമാണ്. നിങ്ങളുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുള്ളതുമായിട്ടൊരു സാധനമുണ്ട്, വിവേക ബുദ്ധി. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ആരുടെ മുന്നിലാ നിൽക്കുന്നത്, ഏത് സദസ്സിലാ നിൽക്കുന്നത് എന്ന്. നിങ്ങൾ ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു. കാണിച്ചത് ചെറ്റത്തരായിപ്പോയി, തെമ്മാടിത്തരായിപ്പോയി. കേട്ടല്ലോ. അപ്പൊ കേട്ടല്ലോ, ഇതൊക്കെയാണ് വാരി കൂട്ടിയിട്ട്
ചവച്ചു തുപ്പിയിട്ടുള്ള. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാനിനി പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. എന്തായാലും ഇതിനു ശേഷവും കുറേയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് കിട്ടിയ അവസരം പാഴാക്കില്ല. 10-15 മിനിറ്റോളം ലക്ഷ്മി ചേച്ചി തൊണ്ടവെങ്കിലും ഒറ്റയടി. എന്തായാലും പ്രാഗി തള്ളുന്നുണ്ട്. സീരിയസ്ലി പറയല്ലോ, എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഇങ്ങനെ പ്രാകരുത്. ഒരു മനുഷ്യനെയും പ്രാകാതെ ഇരിക്കുക ബെറ്ററായിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് അവർക്കിനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാഗിയിട്ടാണെന്നുള്ള സാധനം നിങ്ങൾക്കും ഫീലാവും, കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി ജനങ്ങൾക്കും ഫീലാവും. അതുകൊണ്ട് ജീവിതകാലം മൊത്തം റിഗ്രറ്റ് ഫീൽ അടിക്കുന്ന കാര്യങ്ങളെടുത്ത് നെഞ്ചത്ത് വയ്ക്കാതിരിക്കും. പ്രാഗി തള്ളുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു തീർക്ക്. അല്ലാണ്ട് ഇമാതിരി മറ്റേ അടുത്ത പരിപാടി കാണിക്കില്ല. ഇനി ഓപ്പോസിറ്റിക്കുന്ന ആ നടി എന്തെങ്കിലും അപരാധം കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെ ഇവരുടെ സ്റ്റേജ് പ്രോഗ്രാമോ മറ്റത് മറിച്ചത് പ്രശ്നങ്ങളിൽ ചെളിവാരി കയറി കരിവാരി തേയില്. ഞാൻ വിചാരിച്ച് കുറേ യൂട്യൂബേഴ്സ് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന്. ഇപ്പം ഇവർക്കുണ്ടേ പ്രശ്നങ്ങൾ. എന്ത് ചെയ്യാൻ? മന്ത്രി വേണമല്ലേ? വേണ്ട, ഞാൻ ഒറ്റയ്ക്കുന്നോളാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ട് താഴ്ക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.